സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഒരു പൊട്ടിക്ക് ഒരു റൈറ്റ് സൈഡ് ഫുൾ, അത് റൈറ്റ് സൈഡിൽ സ്ലോപ്പ് ഉള്ളതുകൊണ്ടാട്ടാ. അല്ലെങ്കിൽ കേട്ടോ പെർഫെക്റ്റ്. കുറച്ചൊന്ന് വെയിറ്റ് കറക്ഷൻ ചെയ്താൽ സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഡൗൺ ഷിഫ്റ്റ് നോക്കട്ടെ. കണ്ടാ സ്ലിപ്പറൊക്കെ സെറ്റപ്പ് നോക്കട്ടെ. റൈഡ് മോഡ് മാറ്റി എന്നിട്ട് ഞാൻ സ്പോട്ടിലോട്ടാക്കി. ക്ലോസ് ത്രോട്ടിൽ സ്പോർട്ട് മോഡ് ആക്ടിവേറ്റഡ്. ഓ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളപ്പോൾ ദ ബ്രാൻഡ് ന്യൂ ബജാജ് ഡോമിന 400 ആണ് കേട്ടോ. കുറച്ചധികം ചേഞ്ചസ് ഉണ്ട്. ബജാജ് കുറച്ചൊക്കെ മത്താപ്പ് കൊടുത്തൊരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അതേതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട്. ഇതതിൻ്റെ ടൂറിംഗ് വേരിയൻ്റ് ആണ് കേട്ടോ. ബജാജിന് ഇപ്പോൾ ആകെ ഒറ്റ വേരിയൻ്റുള്ള ടൂറിംഗ് വേർഷനാണ്. ടൂറിങ്ങിന് വേണ്ടിയുള്ള മോട്ടോർ സൈക്കിൾ. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. കണ്ട് നക്കിൾ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ടോൾ വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡാണ്. ഈ ടൂറിംഗ് കിറ്റിൽ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ബജാജ് കൊടുക്കുന്നത്. പിന്നെ കണ്ടില്ലേ, പഴയ പോലെ തന്നെ ആ LED ഹെഡ് ലാമ്പാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നല്ല നൈറ്റ് ഇലൂമിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ് ലാമ്പാണ് ഇത്. നല്ല വിസിബിലിറ്റിയാണ് നൈറ്റ് ടൈം റൈഡിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സൈഡിൽ കാണാൻ 43 mm അപ്സൈഡ് ഡൗൺ ഫോക്കാണ് കേട്ടോ. അതിൻ്റെ ഔട്ടർ ട്യൂബ് ഉണ്ട്, ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തേക്ക്. ഇതിൻ്റെ 43 mm അപ്സൈഡ് ഡൗൺ ഫോക്ക്. ആ ഇന്നർ ട്യൂബിൻ്റെ സൈസാണ് കേട്ടോ 43. എൻഡ്യൂറൻസിൻ്റെ ഫോക്കാണ് കൊടുത്തേക്ക്. ഇതേ കമ്പനി തന്നെയാണ് കേട്ടോ KTM WP ഒക്കെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ കണ്ടില്ല, അതിൻ്റെ അലോയ് വീൽസ് ഒക്കെ ഒരു മെഷീൻഡ് കട്ട് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ MRFിൻ്റെ റെവ്സ് FC1 എന്നാണ് റേഡിയൽ ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്ക് റോട്ടർ, ഒരു വലിയ 320 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബൈബ്രയുടെ റേഡിയൽ കാലിപ്പേഴ്സ് ആണ് ഈ മോട്ടോർ സൈക്കിളിന് കൊടുത്തിരിക്കുന്നത്. ഇത് KTM Duke 390 വരുന്ന സിമിലർ സെറ്റപ്പ് തന്നെ. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന പാഡ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് പാഡ്സാണ്. പഴയ ഡോമിന 400 സിമിലർ ആയിട്ടുള്ള പാഡ്സ് ആണ് കൊടുത്തത്. അത് ഓടിക്കുമ്പോൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ കണ്ടിൻ്റെ ക്രാഷ് ഗാർഡ് കൊടുത്തേക്കണ്ട്. റേഡിയേറ്ററിനും അതേപോലെ എൻജിനും കുറേ അധികം കമ്പോണൻസ്, ഈ ടാങ്കിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഡയറക്ട്ലി ഫ്രം ദ മാനുഫാക്ചർ ലീഗലായിട്ടുള്ള ക്രാഷ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, ഒരു അണ്ടർ ബെല്ലി പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അലൂമിനിയം ആയിട്ടുള്ള ഒരു ബാഷ് പ്ലേറ്റ്. ഈ സൈഡ്സൊക്കെ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ സെൻറ്റർ പോർഷൻ അലൂമിനിയം ആയിട്ടുള്ള ഒരു ബാഷ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതും ഇൻക്ലൂഡഡ് ഇൻ ദ കിറ്റാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന എക്സ്ട്രാ ആക്സറി ഒന്നുമല്ല. ഇത് ഡയറക്റ്റ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്സാണ്. കൊള്ളാല്ലേ. പണ്ട് ഈ മോട്ടോർ സൈക്കിൾ ഇറങ്ങിയ സമയത്ത് ഇതിന് 3 സ്പാർക്ക് പ്ലഗാണ് കൊടുത്ത. ട്രിപ്പിൾ സ്പാർക്ക് ഇഗ്നിഷൻ എന്നായിരുന്നു ബജാജ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് സിംഗിൾ സ്പാർക്കിലോട്ടാണ് കൺവേർട്ട് ചെയ്തേക്കേണ്ട. 3 സ്പാർക്ക് പ്ലഗ് ഒന്നുമില്ല. എൻ്റെ ഹെഡ് ഡിസൈനിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ട് സിംഗിൾ സ്പാർക്ക് ഇഗ്നിഷനായി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റീസൺ ഞാൻ ബജാജിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഓവർ ദ ഇയേഴ്സ് ബജാജിന് വിത്ത് ദ ECU ട്യൂണിങ് വെച്ചിട്ട് ആ ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗിൻ്റെ എഫിഷ്യൻസി സിംഗിൾ സ്പാർക്ക് പ്ലഗ് വെച്ച് എത്തിക്കാൻ പറ്റി. മാത്രമല്ല കോസ്റ്റ് കുറയ്ക്കാനും പറ്റും. ആ കോസ്റ്റ് ബെനിഫിറ്റ്സ് ഒക്കെ കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് സിംഗിൾ സ്പാർക്കിലോട്ട് മാറിയിട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ബജാജ് ലോഗോ. പഴയ മോഡലൊക്കെ ട്രിപ്പിൾ സ്പാർക്ക് എന്നൊക്കെ കാണാൻ പറ്റുമായിരുന്നു. കണ്ടില്ല, എത്ര കാലം, 2016 വന്ന മോട്ടോർ സൈക്കിളാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഓൾമോസ്റ്റ് 9 ഇയേഴ്സായി ബജാജ് ഡോമിന വന്നിട്ട് കേട്ടോ. സ്റ്റിൽ സോ എലിഗൻ്റ്ലി ബ്യൂട്ടിഫുൾ അല്ലേ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള മോട്ടോർ സൈക്കിൾ. ഞാൻ ഉംലിങ്ങിലേക്ക് പോയി കറങ്ങി നടന്ന മോട്ടോർ സൈക്കിളാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയൊക്കെ മൊത്തം കറങ്ങിയ ഒരു മോട്ടോർ സൈക്കിളും കൂടിയാണ് ഈ ബജാജ് ഡോമിന. മാത്രമല്ല ഫുഡ് പേ കണ്ടന്റ് റബ്ബർ മൗണ്ടിങ് ഒക്കെ കൊടുത്തിട്ട് വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ ഇതിൻ്റെ റിയർ ഷോക്ക് അബ്സോർബർ നോക്കൂ. ഒരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ഗ്യാസ് കാനിസ്റ്റർ ഉള്ള ഒരു ഷോക്ക് അബ്സോർബർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടൂറിംഗ് വിത്ത് പില്ലിനൊക്കെ ഇരുന്ന് പോകാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോക്ക് അബ്സോർബർ കൊടുത്തിരിക്കുന്നത്. അധികം ട്രാവൽ ഇല്ല, പക്ഷേ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. എന്നാൽ ഓഫ് റോഡിംഗ് ഉള്ള വണ്ടികൾ, നല്ല ഹൈവേ ഗുഡ് റോഡ്സിലൊക്കെ ഓടിക്കാൻ അടിപൊളി മോട്ടോർ സൈക്കിൾ. ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ഷോക്കിന്. പിന്നെ ആ എക്സോസ്റ്റ് ഉണ്ടല്ലേ, എക്സോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിന് വേറൊരു ചേഞ്ച് കൂടി വന്നതെന്ന് പറഞ്ഞാൽ, ഇതിനിപ്പോൾ ഒറ്റ ഓട്ടില്ല 2 O2 സെൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, ബിഫോർ ദ കാറ്റലറ്റിക് കൺവേർട്ടർ ഇതേ ഒരു O2 സെൻസർ കൊടുത്തിട്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയാൽ വേറൊരു O2 സെൻസറും കൂടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ക്യാറ്റ് ഒരു O2 സെൻസർ കൊടുക്കുന്ന റിക്വയർമെൻ്റ് ആയി. അത് ഈ കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ ഹെൽത്ത് നോക്കാനാണ്, പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, എമിഷൻസിന് വേണ്ടി മാത്രമായിട്ട് കൊടുത്തു O2 സെൻസർ കേട്ടോ. അത് ട്യൂണിങ്ങിന് നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൻ്റെ പെർഫോമൻസിന് യാതൊരു ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു O2 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഫോർ എമിഷൻസ് മെയിൻറ്റെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു O2 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ എക്സോസ്റ്റ് ആണ് കേട്ടോ. ആ ട്വിൻ എക്സിറ്റ് എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഗുഡ് സൗണ്ടിങ് ആട്ടോ. അത് ഞാൻ പിന്നെ കേൾപ്പിച്ചില്ല. പിന്നെ ബാക്കിൽ നോക്കിയിട്ട് 150 സെക്ഷൻ MRF റെവ് C1 ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത്രമാത്രം ഹൈ എൻഡ് ഗ്രിപ്പില്ല, പക്ഷേ ഇത് ആദ്യം ഇറങ്ങിയ മോഡലിനെക്കാട് കുറച്ചൊരു സോഫ്റ്റ് കോമ്പൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മച്ച് ബെറ്റർ. ഓവർ ദ ഇയേഴ്സ്, ഈ 9 ഇയേഴ്സ് ചേഞ്ചിൽ ഈ ടയേഴ്സും സോഫ്റ്റ് ബെറ്റർ ഗ്രിപ്പാണ് ഈ ടയേഴ്സ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ബാക്കിൽ നോക്കി 230 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തത്. ഒരു സിംഗിൾ പിസ്റ്റൺ കാലിപ്പറും കൊടുത്തിട്ടുണ്ട്, പഴയ പോലെ തന്നെ. പിന്നെ റിയർ ടെയിൽ സെക്ഷൻ നോക്കുക. ആ LED ടെയിൽ ലൈറ്റ്സും LED ഇൻഡിക്കേറ്റേഴ്സ്, ആ 3 LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ആ സെക്കൻഡ് ജനറേഷൻ KTM ഡ്യൂക്കിലെ ഫസ്റ്റ് ജനറേഷൻ Duke 390 വന്ന അതേ സിമിലർ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
കൊള്ളാം അല്ലേ? പിന്നെ സീറ്റ് നോക്കുക, അതിൻ്റെ പാഡിങ് നോക്കുക, എത്ര കുഷനിങ്ങാണ് കൊടുത്തേക്കുക. റൈഡർ കംഫർട്ടിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഓവർ സീറ്റായിട്ടൊന്നും കൂടിയിട്ടില്ല. 800mm സീറ്റായിട്ടുള്ളൂ. നല്ല കംഫർട്ടബിൾ സീറ്റ് ഫോർ ദ റൈഡർ ആൻഡ് ഫോർ ദ പില്ലിയൻ. പില്ലിയൻ്റെ സീറ്റ് കുറച്ചൊന്ന് ഹാർഡർ സൈഡാണ്, പക്ഷേ ഇതെടുത്തൊന്ന് പാഡ് ചെയ്ത് കഴിഞ്ഞാൽ മച്ച് മോർ കംഫർട്ടബിൾ ആവട്ടോ. അത് മാത്രമല്ല ഒരു ടോപ്പ് ബോക്സ് ക്യാരിയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ല ഒരു ബാക്ക് റെസ്റ്റ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻ്റ് ആയിട്ട് ഡയറക്റ്റ്ലി ഫ്രം ദ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആക്സറിയാണ്. ഇതെല്ലാം നിങ്ങളുടെ പ്രൈസ് ഇൻക്ലൂഡറും കൂടിയാണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്ന മേജർ ചേഞ്ച് ഈ ഡിസ്പ്ലേ കേട്ടോ. പഴയ ഡിസ്പ്ലേ മാറ്റിയിട്ട് പുതിയ NS400 വരുന്ന പോലത്തെ സിമിലർ ഡോട്ട് മാട്രിക്സ് LCD ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. കണ്ട എല്ലാ സാധനം നമ്മുടെ ആവശ്യത്തിൽ എല്ലാ സാധനവും കൊടുത്ത്, പിന്നെ റൈഡിങ് മോഡ്സും കൊടുത്തിട്ട് റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ് മോഡ്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് നോക്കണേ. എന്നിട്ട് കണ്ട റൈഡിങ് മോഡ്സ് റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ്. നമ്മളിപ്പോൾ ഓഫ് റോഡ് മോഡില. അത് മാത്രമല്ല മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. കണ്ട അത് ഓഫാക്കി വെക്കാം. ഓഫാക്കണമെങ്കിൽ ഇത് നെക്കി പിടിക്കുന്നുണ്ട്. ഈ ബട്ടൺ നെക്കി പിടിച്ചാൽ കീ പ്രസ് എന്നാണ്. എന്നിട്ട് റിലീസ് എന്നത് എഴുതി കാണിക്കും. അപ്പോൾ റിലീസ് ചെയ്തിട്ട് ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം. കൊള്ളാം, സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നത്തെ ഒരു ചേഞ്ച് ഇതാണ് കണ്ടില്ലേ, ഇതിപ്പോൾ റൈഡ് ബൈ വയറും കൂടിയായിട്ടോ. ആ നോർമലായിട്ടുള്ള ആക്സിലേറ്റർ കേബിളാണ് റിമൂവ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് പുതിയ ജനറേഷൻ KTMs പോലെ ഒരു റൈഡ് ബൈ വയർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ മെക്കാനിക്കലായിട്ടുള്ള ആക്സിലേറ്റർ കേബിൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടോ. കണ്ടില്ലേ, കുറച്ചും കൂടി ടോട്ടൽ റെസ്പോൺസീവ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ബജാജ് പറയുന്നത്. റൈഡിങ് സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. വേറെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ സെക്കൻഡറി ഡിസ്പ്ലേ ഉണ്ട്, അത് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പോൾ അതിന് പകരം ഒരു USB ചാർജിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ചെറിയ ചെറിയ ചേഞ്ചസ് കേട്ടോ. ആ സെക്കൻഡറി ഡിസ്പ്ലേ ഒന്ന് പ്രൊവൈഡ് ചെയ്യുക, അത് കുറച്ചൊരു യുണീക്ക് അഡീഷൻ ടു ദ ഡോമിനർ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? കമൻറ്റ് ഡൗൺ ബിലോ. അത് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ. ഒരു USB ചാർജിങ് ഇവിടെ കൊടുക്കാമായിരുന്നു, അതിന് പകരം ഇവിടെ ആ സെക്കൻഡറി ഡിസ്പ്ലേയും കൂടി കൊടുത്തെങ്കിൽ മച്ച് മോർ യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡറി ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും ഇപ്പോൾ ഈ ഡിസ്പ്ലേ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷേ എന്നാൽ അതിൻ്റെ കുറച്ചും കൂടി എന്തെങ്കിലും ഡിഫറൻസ് ആയിട്ട് വെറൈറ്റി ആയിട്ട് കുറച്ച് മത്താപ്പൊക്കെ അതിൽ കാണിച്ച് കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ സ്വിച്ച് ഗിയേഴ്സ് കണ്ടില്ലേ, ഇതിൻ്റെ മോഡ് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ച് ക്യൂബ്സാണ് കൊടുത്തത്. കുറച്ചൊരു ബെറ്റർ ക്വാളിറ്റി സ്വിച്ച് ഗിയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പൊക്കെ കൊള്ളാം അല്ലേ? ക്ലച്ച് കണ്ട, ക്ലച്ച് ലെവറും ബ്രേക്ക് ലെവർ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലെവേഴ്സാണ് കൊടുത്തത്. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇരുത്തും കൂടി കാണിച്ചില്ല. ഓ സുഖം. കണ്ടില്ലേ, ഇതിൻ്റെ സീറ്റായിട്ട് വരുന്ന 800mm, ഞാൻ 5'8", എനിക്കിത് ഈസി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. വണ്ടിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. 193 kgs ഉണ്ട്. ഈ ആക്സറിയൊക്കെ വന്നില്ലേ, കുറച്ചുകൂടി കൂടുതൽ എനിക്ക് തോന്നുന്നത് 193 kgs ആ കമ്പനി പറയുന്നത്. സോ 193 kgs വെറ്റാണ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ 193 kgs വരും കേട്ടോ. ഇതിൻ്റെ ടാങ്ക് ഉണ്ട്, ഒരു മസ്കുലർ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏകദേശം 13 ലിറ്റേഴ്സ് അതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി. 13 ലിറ്ററിന് അടിച്ചാൽ നിങ്ങൾക്ക് ക്ലോസ് ടു 300-350 കിലോമീറ്റേഴ്സ് ഓഫ് റേഞ്ചും കിട്ടുന്നതാണ് കേട്ടോ. ടൂറിങ്ങിന് സെറ്റപ്പ്, ഹൈവേ ടൂറിങ്, ഒരു അടിപൊളി സ്പോർട്ട് ടൂറും കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ ഏർഗണോമിക്സ് നോക്ക്, കണ്ട ഞാൻ പെർഫെക്റ്റ്ലി അപ്രൈറ്റായിട്ട് ഇരിക്കുന്നത് കേട്ടോ. കയ്യിലൊക്കെ ചെറിയൊരു ബെൻഡ് മാത്രമേ അപ്രൈറ്റായിട്ട് കംഫർട്ട്. ഫ്രണ്ടിലോട്ട് പൊടിക്ക് ലീനുണ്ട്, പക്ഷേ എന്നാലും ഇതാണ് കേട്ടോ കംഫർട്ട്. അല്ല ഓവറായിട്ട് നേരെ ഇരിക്കേണ്ട, കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് ലീന, പക്ഷേ എന്നാലും നമ്മൾ അപ്രൈറ്റ് തന്നെയാണ് കേട്ടോ. ഓവറായിട്ട് നമ്മൾ സ്ട്രെയിൻ ടുവേർഡ്സ് ഫ്രണ്ട് ഒന്നല്ല, കംഫർട്ടബിളായിട്ട് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ കണ്ടില്ല ഇതിൻ്റെ കിൽ സ്വിച്ച് ഇങ്ങോട്ട്, ഈ കിൽ സ്വിച്ചിൽ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടറൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. കണ്ടില്ല ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 ടെസ്റ്റ് സ്റ്റാർട്ടുണ്ടോ? ഇല്ല, 1 ടെസ്റ്റ് സ്റ്റാർട്ടില്ല. ഒന്ന് നെക്കി പിടിക്കണം, സ്റ്റാർട്ട്. ഓ ഇപ്പോൾ ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ടോ? ഇപ്പോൾ ആ കോൾ സ്റ്റാർട്ടിൻ്റെ ഒരു ഐഡ്ലിംഗ് ആണ്, പക്ഷെ അതല്ലാണ്ട് റെസ്പോൺസ് നോക്കിക്കോളാം. അത് കൊള്ളാം, നല്ല റെസ്പോൺസീവായിട്ട്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് 2 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് 0 to 100 മെഷർ, പിന്നെ 100 to 0 എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പണിൽ നിന്ന് ക്ലോസിലോട്ട്, ക്ലോസിൽ നിന്ന് ഫുൾ ഓപ്പൺ മെഷർ ചെയ്യും. ആ രണ്ടിൻ്റെ വാല്യൂ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ആ 2 സെൻസേഴ്സിൻ്റെ വാല്യൂ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കും. അതിൽ വല്ല മിസ്മാച്ചോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വണ്ടി കട്ട് ചെയ്തിട്ട് ലിം മോഡിലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻ കേസ് ഡാമേജ് വരുവാണെങ്കിൽ അത്രയും സേഫ്റ്റിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓവർ ദി ഇയേഴ്സ് എല്ലാ മോട്ടോർ സൈക്കിൾ, ഹൈ എൻഡ് മോട്ടോർ സൈക്കിൾസ് എല്ലാം റൈഡ് ബൈ വയറിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് ആക്സിലേറ്റർ കേബിളും മാറ്റണ്ട. സെറ്റപ്പേ എക്സോസ്റ്റോട്ടും കൂടി കേൾപ്പിച്ചില്ല. കുറച്ചും കൂടി വണ്ടി സ്മൂത്തറായോ, റിഫൈൻഡ് ആയ ഫീലിംഗ് ആണല്ലോ. കുറച്ചും കൂടി റിഫൈൻ, കുറച്ചും കൂടി സ്മൂത്തറായി. ആ എക്സോസ്റ്റോട്ടുണ്ട്, ആ ബേസി എക്സോസ്റ്റോട്ടാണ് കേട്ടോ. വൈബ്രേഷൻ ഇല്ല വണ്ടിയിൽ, ആ സ്മൂത്ത്നെസ് കിട്ടില്ലേ.
കൊള്ളാമല്ലേ, നല്ല റിഫൈൻഡും കൂടിയായി. ഇതിൻ്റെ പ്രൈസ് ഓവർ ദ പ്രീവിയസ് മോഡൽ ഒരു 5,000 റുപ്പീസാണ് കൂടിയിരിക്കുന്നത്. 2,10,000 ഇതിൻ്റെ പുതിയ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. ഫോർ ദാറ്റ് പ്രൈസ് ഇതൊരു അടിപൊളി ഡീലാണ്. നമുക്കൊന്ന് റൈഡ് ചെയ്തിട്ട് വരാം. ഓ, വണ്ടി ഇപ്പോൾ സെറ്റപ്പായിട്ടോ, ഈവൻ സ്മൂത്തറായി. സോ ഗൈസ്, ഇതാണ് പുതിയ ഡോമിന 400 കേട്ടോ. കുറച്ചധികം അപ്ഡേറ്റ്സ് വന്നിട്ട് പുതിയ ഡിസ്പ്ലേ വന്നിട്ട് റൈഡിങ് മോഡ്സ് വന്നിട്ട് 3 റൈഡിങ് മോഡ്സാണ്. റോഡ്, സ്പോട്ട്, റെയിന്. 4 റൈഡിങ് മോഡ്സ് ഉണ്ട് കേട്ടോ. 4 റൈഡിങ് മോഡ്സ് ഉണ്ട്. റോഡ്, സ്പോട്ട്, റെയിന്, ഓഫ് റോഡ് കേട്ടോ. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈഡ് ബൈ വയറുമായി കുറേ മാറ്റങ്ങളുണ്ടോ. ഇപ്പോൾ കുറച്ചുകൂടി വണ്ടി സ്മൂത്താണ്, റിഫൈൻഡ് ആയല്ലേ. എന്ത് സ്മൂത്തായല്ലേ. ഈ ഡോമിനാൻ്റെ എക്സോസ്റ്റ് നോട്ട് പഴയ പോലെ തന്നെയാണ്, പക്ഷെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ആ പേസി ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ്. കൊള്ളാം കൊള്ളാം. നല്ല പവർഫുൾ എൻജിനും കൂടിയാണ് കേട്ടോ. 400cc ലിക്വിഡ് കൂൾ സിംഗിൾ സ്പാർക്ക് ആക്കി. ട്രിപ്പിൾ സ്പാർക്ക് അല്ല, സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ്. 40 ഹോഴ്സ് പവർ, 35 Nm ഓഫ് ടോർക്കാണ്. ഓ, നല്ല സ്മൂത്ത്, ബട്ടറി സ്മൂത്താണ്. ഒരു 6,000 RPM മാത്രമേ ചെറിയൊരു വൈബ്രേഷൻ ഉള്ളൂ. അതല്ലാണ്ട് യാതൊരു സീനും ഇല്ല. ഒഴുകിയാണ് പോകുന്നത്. ഒഴുകിയ പോകണം. സസ്പെൻഷൻ കൊള്ളാട്ടോ. സസ്പെൻഷനൊക്കെ പഴയ പോലെ ഫ്രണ്ടിൽ 130 mm ട്രാവൽ, ബാക്കിൽ 110 mm ട്രാവലാണ് കേട്ടോ. സ്മൂത്ത് സസ്പെൻഷനാണ്. ഒരു മെച്ചുവേർഡ് സസ്പെൻസ് സെറ്റപ്പാണ്. ഭയങ്കര സ്മൂത്ത് റിഫൈൻഡ് എൻജിനും ആ സസ്പെൻസ് സെറ്റപ്പ് കണ്ട. റോട്ടിലത്തെ ഇംപെർഫെക്ഷൻസ് ഒക്കെ സോക്ക് ചെയ്തെടുക്കുക. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഒരു പൊട്ടിക്ക് റൈറ്റ് സൈഡ് പോൾ, അത് റൈറ്റ് സൈഡിൽ സ്ലോപ്പ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കണ്ട പെർഫെക്റ്റ്. കുറച്ചൊന്ന് വെയിറ്റ് കറക്ഷൻ ചെയ്താൽ സ്മൂത്തായിട്ടാണ് പോകുന്നത്. പിന്നെ ടയേഴ്സൊക്കെ കൊള്ളാം കേട്ടോ. ഡൗൺ ഷിഫ്റ്റ് നോക്കട്ടെ. കണ്ടാ സ്ലിപ്പറൊക്കെ സെറ്റപ്പ് നോക്കട്ടെ. സ്മൂത്താണ്. അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ റിയർ വീൽ ലോക്കിംഗ് അല്ല. നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. നിങ്ങൾ അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ റിയർ വീൽ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഇല്ല. സ്മൂത്തായിട്ടാണ് വണ്ടി നിർത്തുന്നത്. കണ്ടില്ലേ? അത്ര അഗ്രസീവായിട്ട് ആരും ഡൗൺ ഷിഫ്റ്റ് ചെയ്യില്ല. പക്ഷെ അങ്ങനെ അറിയാണ്ടൊക്കെ ചെയ്തു പോയാൽ, ബിഗിനർ റൈഡേഴ്സൊക്കെ അറിയാണ്ട് ചെയ്തു പോയാൽ അങ്ങനെ റിയർ വീൽ ലോക്ക് ചെയ്ത് ചാടിപ്പോകുന്ന പ്രശ്നമൊക്കെ, ഔട്ട് ഓഫ് കൺട്രോൾ, സ്കിഡായി പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് കംഫർട്ടബിളായിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുക. കണ്ടില്ലേ? കാറ്റും കൊണ്ട്. പിന്നെ ഈ വിൻഷീൽഡാ നമ്മുടെ ചെസ്റ്റിൻ്റെ ഇത്രയും പോർഷനിലോട്ട് കാറ്റ് കൊള്ളുക, അതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ ഹെൽമെറ്റ് തൊട്ട് മുകളിലൂടെ എയർ റൂട്ട് ചെയ്തെടുക്കും കേട്ടോ. സെറ്റപ്പ് കൊള്ളാം. ഓ, സ്മൂത്തായിട്ട്. ഇപ്പോൾ ആ റൈഡ് ബൈ വയർ ആയപ്പോൾ നമ്മൾ സഡൻലി കൈ കൊടുത്ത ആ ജെർക്കിങ് ഒക്കെ മാറി. ബ്രേക്സും കൊള്ളാട്ടോ. ആ 320 mm ഡിസ്ക് റോട്ടറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ആ ഫ്രണ്ട് ബ്രേക്ക് വെച്ചാൽ സിൻഡഡ് പാഡ്സ് ഒന്നുമല്ല. ഡ്യൂക്ക് 390 വരെ സിൻഡഡ് പാഡ്സ് അല്ല, ഓർഗാനിക് പാഡ്സാണ്. പക്ഷെ എന്നാലും പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആട്ടോ. ടൂറിംഗ് ഒക്കെ പോകുമ്പോൾ ഇത് ഭയങ്കര സ്മൂത്ത്. ഈവൻ വെച്ച പില്യൻ ആണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ ആ ബാക്കിൻ്റെ പില്യൻ വന്ന് തലക്കിട്ട് വന്നിരിക്കില്ലേ, ആ സെറ്റപ്പ് സ്മൂത്തായിട്ടാണ്. പക്ഷേ നിങ്ങൾ അത്ര അക്രമം കാണിക്കുന്നത് ഡോമിനാറിൽ. നിങ്ങൾ അങ്ങനെ അക്രമം കാണിച്ച് കുറച്ചുകൂടി ഹയർ സ്പീഡിൽ ടൂർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സിൻഡഡ് ബ്രേക്ക് പാഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ആ ഡ്യൂക്ക് 390 ബ്രേക്ക് പാഡ് എടുത്തിട്ട് മച്ച് ബെറ്റർ ബ്രേക്കിംഗ്. ഇതിന് പ്രശ്നമൊന്നുമില്ല. സ്മൂത്ത് ആൻഡ് പ്രോഗ്രസീവാണ്. സിറ്റി റൈഡിങ്ങിനാണെങ്കിലും എവറി ഡേ യൂസിനാണെങ്കിലും ടൂറിങ്ങിനാണെങ്കിലും ഒരു ബിലോ 100 km/h ക്രൂസ് ചെയ്ത് പോകാനാണെങ്കിൽ ഈ ബ്രേക്സ് മോർ ദൻ എനഫാണ്. പക്ഷേ കുറച്ചൊരു ഹയർ സ്പീഡ് 120 ഒക്കെ പിടിച്ച് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ അടിപൊളിയായിക്കോട്ടോ. പിന്നെ കണ്ടില്ല, ഇത്രയും നേരം നമ്മൾ ട്രാഫിക് ഒഴിച്ച് അങ്ങനത്തെ ഹീറ്റിംഗ് ഇല്ല. ഒരു 400cc പെർഫോമൻസ് വെച്ചിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ വെച്ചിട്ട് ഇത് അത്രമാത്രം ഹീറ്റിംഗ് ഇല്ല. ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് ശരിക്കും കൊള്ളാട്ടോ. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ലെവറാണ്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ്. ഈ അസിസ്റ്റ് ക്ലച്ച് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ക്ലച്ച് ലെവർ പഴം പോലെ ലൈറ്റ് ക്ലച്ച് ലെവറാണ്. സിറ്റിയിലൊക്കെ ഓടിച്ചാൽ യാതൊരു റിസ്ക് പെയിൻ ഒന്നുമില്ല. കൊള്ളാം. അതൊക്കെ ഇഷ്ടപ്പെട്ട്. അതൊക്കെ നല്ല കേട്ടോ. ഗിയർ ബോക്സ് 6 സ്പീഡ് ഗിയർ ബോക്സാണ്. ഭയങ്കര സ്മൂത്ത് ആൻഡ് പ്രിസൈസ് ഗിയർ ബോക്സ് ആട്ടോ കൊടുത്തേക്കുന്നത്. ഇതുവരെ ഫോൾസ് ന്യൂട്രൽ ഒന്നും വന്നിട്ടില്ല. നമുക്ക് മോഡ് മാറ്റി വെക്കാം. റൈഡ് മോഡ് മാറ്റി എന്നിട്ട് ഞാൻ സ്പോർട്ടിലോട്ടാക്കി. ക്ലോസ് ത്രോട്ടിൽ സ്പോർട്ട് മോഡ് ആക്ടിവേറ്റ്. ഓ, വ്യത്യാസം. സ്പോർട്ട് മോഡിൽ കുറച്ചും കൂടി ത്രോട്ടിൽ റെസ്പോൺസ് ആയി, കുറച്ചൊരു പവർ വന്ന പോലത്തെ ഫീലിംഗ് കേട്ടോ. അതുപോലെ നമ്മുടെ NS400 സെറ്റപ്പില്ലേ, അതേ സിമിലർ സെറ്റപ്പാണ്. കൈ കൊടുത്താൽ കൊള്ളാം. ത്രോട്ടിൽ കുറച്ചുകൂടി ഫൈൻ ട്യൂൺ. ഈ റോഡ് പോകുന്ന സിറ്റിയിലൊക്കെ ഓടിക്കാൻ വേണ്ടി കുറച്ചുകൂടി ബിഗിനർ റൈഡർ ആണെങ്കിൽ ഒരു 150 400 വന്നാൽ റോഡ് മോഡ് ഇട്ട് ആദ്യം ഒന്ന് ഓടിച്ചു വെക്കാം. സിറ്റിയിലൊക്കെ ഓടിച്ചു വെക്കാം. കുറച്ച് ഹൈവേസ് ഒക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടി യൂസ് ചെയ്യാൻ സ്പോർട്ട് മോഡ് ഇട്ടാൽ ഇൻസ്റ്റൻറ്റ് റെസ്പോൺസാണ്.
നേരത്തെ കുറച്ചൊരു ലാഗ് ത്രോട്ടിൽ ഞാൻ ഫീൽ ചെയ്യാൻ വെച്ചാൽ ഞാനത് വിചാരിച്ച് റൈഡ് ബൈ വയറിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷേ സ്പോർട്ട് മോഡിൽ അതിൻ്റെ പ്രശ്നമില്ല കേട്ടോ. ഉള്ള റെസ്പോൺസ് ചാടി പറന്നാണ് വണ്ടി പോണത്. കണ്ട ആ ചാട്ടം കണ്ടില്ലേ, ആ പുള്ള് കണ്ടില്ലേ, അതാണ് പുൾ. ആ 4000 5000 RPM പുള്ളാണ്. ഇതൊരു ഡ്യൂക്ക് 390 വന്ന എഞ്ചിനാണല്ലോ, അതിൻ്റെ കുറച്ച് സെറ്റപ്പൊക്കെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. കൊള്ളാം. ആ ഫുൾ അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ആ മിഡ് റേഞ്ച് ഭയങ്കര സ്ട്രോങ് ആണ്. ലോ എൻഡ് ആൻഡ് മിഡ് റേഞ്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ ഡോമിന. ടൂറിങ് ആൻഡ് എവറി ഡേ യൂസിന് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അടുത്ത മോഡും കൂടി ഇടാം, ഓഫ് റോഡ് മോഡ് ആക്ടിവേറ്റ്. ഓഫ് റോഡ് മോഡിൽ ABSൻ്റെ വർക്കിംഗ് ആയിട്ട് കുറേ സ്പോർട്ട് മോഡ് പോലെ, പക്ഷേ ABSൻ്റെ ഇൻ്റർവെഷൻ കുറേ അക്രമം കാണിക്കാൻ പറ്റിയ മോഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഓഫ് റോഡ് മോഡിലാണ് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി ബ്രേക്സ് കിട്ടുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ABS ലീസ്റ്റ് ഇൻട്രൂസീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ റിയറിലത്തെ ABS ഓഫൊന്നും ആയില്ല, സൂപ്പർ മോട്ടോ മോഡ് പോലെയല്ല. റിയറിൽ ABS ഉണ്ട് കേട്ടോ. ഞാൻ കടന്നൊക്കെയായിട്ട് കൂടി ABS കിക്കിങ് ചെയ്യുന്നുണ്ട്. ഓഫ് ആക്കുന്നത് ഞാൻ കുറച്ചുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇനി റെയിൻ മോഡാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. റെയിൻ മോഡിൽ നല്ല രീതിയിൽ പവർ കുറയുന്നതാണ് എൻ്റെ മനസ്സ് പറയാം. റെയിൻ മോഡ് ആക്ടിവേറ്റഡ്. ഓ ഫുൾ ത്രോട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ. ഓഹോ ഇപ്പം നമ്മൾ കണ്ടില്ലേ റെയിൻ മോഡിലാണ്. റെയിൻ മോഡിൽ എൻറ്റയർ പവർ കട്ടാണ്. ഭയങ്കര ലീനിയറായിട്ട് ആ പവർ. നിങ്ങൾ കൊടും മഴയത്താണ്, നിങ്ങൾ ബിഗിനർ റൈഡറാണ്, ആദ്യമായിട്ട് 400 ഒക്കെ ഓടിക്കുക, റെയിൻ മോഡ് ഇട്ട് ഓടിച്ചാൽ കണ്ടില്ലേ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണ്. കണ്ടില്ലേ നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്താൽ ചെറുതായിട്ടാണ് റെസ്പോൺസ്. സസ്പെൻഷൻ കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതങ്ങനെ ഓഫ് റോഡിനുള്ള വണ്ടിയല്ല, പക്ഷെ നിങ്ങൾക്ക് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് ആവശ്യത്തിനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. ഒരു 157 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. റെയിൻ മോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. റെയിൻ മോഡല്ല വണ്ടി. ഞാൻ ഓഫ് റോഡ് മോഡിലോട്ടായി. ഓഫ് റോഡ് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് എന്നിട്ട് വേണം ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കാൻ കേട്ടോ. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഡീആക്ടിവേറ്റ്. ഈ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഫീച്ചറാണ്. ഓഫ് റോഡ് മോഡ് വിത്ത് ട്രാക്ഷൻ കൺട്രോൾ ഡിസേബിൾഡ്. ഇപ്പോൾ കൊള്ളാം, പറന്നാണ് പോണത്. ട്രാക്ഷൻ കൺട്രോളൊന്നും നമുക്ക് ആവശ്യമില്ല. നല്ല സ്മൂത്ത് ത്രോട്ടിൽ റെസ്പോൺസ്, നല്ല ഷാർപ്പ് ബ്രേക്കിംഗ്. ABSൻ്റെ സെൻസിറ്റിവിറ്റിയും കുറച്ചുണ്ട്. ABS പെട്ടെന്ന് ഇൻ്റർവീൻ ചെയ്യില്ല കേട്ടോ. ഓ അടിപൊളി ബ്രേക്കിംഗ് ആണ്. നിങ്ങൾ കുറച്ച് അക്രമം കാണിച്ചൊക്കെ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഓഫ് റോഡ് മോഡ് വിത്ത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കിയാൽ സെറ്റപ്പായിട്ട് ഓടിക്കാം കേട്ടോ. പക്ഷേ നിങ്ങൾ ബിഗിനർ റൈഡേഴ്സ് ആണെങ്കിൽ ഈ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കി വെക്കുക. താകുമ്പോൾ സേഫ്റ്റി നെറ്റ് മച്ച് മോർ ബെറ്റർ ഫോർ ടൂറിങ് ആട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിൻ്റെ റിയർ വീൽ സ്പീഡും ഫ്രണ്ട് വീലിൻ്റെ സ്പീഡ് കമ്പയർ ചെയ്യും. റിയർ വീലിൻ്റെ സ്പീഡ് ഫ്രണ്ട് വീലിനെ കാട്ടി കൂടുവാണെങ്കിൽ പവർ കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്ലൈഡായി പോയി സ്ലിപ്പായി പോയി വല്ല സ്ലിപ്പറി സർഫസിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ റിയർ ടയറിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെടുവാണെങ്കിൽ പവർ കട്ട് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്യും. അതാണ് കേട്ടോ ട്രാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. സെറ്റപ്പ് ഉള്ളാട്ടോ, അടിപൊളി. സോ ഗൈസ് നമ്മൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്ത മോട്ടോർ സൈക്കിൾ. ഞാൻ പേഴ്സണലി ഈ മോട്ടോർ സൈക്കിൾ വെച്ച് ഉമ്ലിംഗ് ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ് വരെയൊക്കെ ഓടിച്ചുകൊണ്ട് പോയ ഒരാളാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോട്ടോർ സൈക്കിൾ. ഇപ്പോൾ അത് കുറച്ചും കൂടി റിഫൈൻഡ്, ത്രോട്ടിൽ റെസ്പോൺസ് മച്ച് മോർ ഷാർപ്പറായിട്ടോ. ആ റൈഡ് ബൈ ബൈ യൂണിറ്റ് വന്നുകൊണ്ട് മച്ച് മോർ ഷാർപ്പറായി കുറച്ചും കൂടി ആ റൈഡിങ് മോഡ്സൊക്കെ വന്നുകൊണ്ട് ഡിഫറെൻറ്റ് ഒരു ക്യാരക്ടർ ഓഫ് ദി ഡോമിനാർ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ. ശരിക്കും എൻജോയ്, മച്ച് മോർ റിഫൈൻഡ്. ഓവർ എല്ലാ ഐട്രേഷൻ ഓഫ് ഡോമിനാർ വരുമ്പോഴേക്കും, എല്ലാ ഒരു പുതിയ വേർഷൻ വരുമ്പോഴേക്കും അവർ മച്ച് മോർ സ്മൂത്തർ. പഴയ ഉണ്ടായിരുന്ന ചെറിയ വൈബ്രേഷൻ അതൊക്കെ സോൾവ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എക്സോസിലോട്ട് കേട്ടില്ല നിങ്ങൾ, അപ്പോൾ തന്നെ എന്ത് സ്മൂത്തറായി നോക്കും. വണ്ടി ഓവറോൾ കുറച്ചും കൂടി റിഫൈൻ, കുറച്ചും കൂടി സ്മൂത്തറായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാക്കി മാറ്റിയെടുത്തിട്ടോ ബജാജ്. പ്രൈസ് കൂടിയേക്കുന്നത് 5000 rupees ഓവർ ദ പ്രീവിയസ് മോഡലാണ് കൂട്ടിയിരിക്കുന്നത്. പക്ഷേ വന്നിരിക്കുന്ന ചേഞ്ചസ് ആ റൈഡ് ബൈ ബൈ യൂണിറ്റ് പുതിയ ഡിസ്പ്ലേയും ട്രാക്ഷൻ കൺട്രോളും റൈഡിങ് മോഡ്സും എല്ലാം കൂടി കൊണ്ട് മച്ച് മോർ ബിഗിനർ ഫ്രണ്ട്ലി ആക്കി മോട്ടോർ സൈക്കിളാക്കി മാറ്റി കഴിഞ്ഞ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, USB ചാർജിങ് എല്ലാ സാധനം. ഇത് പെർഫെക്റ്റ് ഫോർ സ്പോർട്ട് ടൂറിങ് ആണ്. നല്ല ഹൈവേസിലൊക്കെ ഓടിച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷനാണ്. ഈവൻ വിത്ത് പില്യൻ നിങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യാൻ അടിപൊളി ഓപ്ഷനാണ്. ഈ സീറ്റ് എടുത്ത് കുറച്ചും കൂടി ഇന്ന് പാഡ് ചെയ്താൽ മച്ച് മോർ ബെറ്റർ ആക്കും. സിറ്റി യൂസ് അതുപോലെ ഷോർട്ട് റൈഡൊക്കെ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പില്യൻ സീറ്റ് ഒന്ന് എടുത്തൊന്ന് പാഡ് ചെയ്ത് കഴിഞ്ഞാൽ മച്ച് ബെറ്റർ ആവും കേട്ടോ. ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ. എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഏജ്ഡ് മോട്ടോർ സൈക്കിളും കൂടിയാണ്. 2016 വന്നിട്ട് ഓവർ ദ ഇയേഴ്സ് ഇപ്പോൾ 9 years ആയി സ്റ്റിൽ ലുക്കിംഗ് സോ ഗുഡ് അല്ലേ. ഇതിൻ്റെ ഈ ആംഗിൾ, ഈ സൈഡ് ആംഗിൾ കാണുമ്പോൾ ഞാൻ ഓ ഇറ്റ്സ് എ വെരി നൈസ് മോട്ടോർ, ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ. അതെനിക്കാണെന്നല്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഡോമിനോ ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഐ പേഴ്സണലി ലൈക്ക് ദ ഡിസൈൻ.
പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ എൻ അപ്ഡേറ്റ്. ഇപ്പോൾ ഈ ഡിസൈൻ 9 വർഷമായി, ഇനി നെക്സ്റ്റ് ഇയർ പ്രോബ്ലി ബജാജ് മോട്ടോർ സൈക്കിൾ KTMs ഒക്കെ എവറി 10 years അല്ലെങ്കിൽ എവറി 5 yearsലൊക്കെ അപ്ഡേറ്റ്. ബജാജ് ഡോമിന ഐ തിങ്ക് ഓൺ ദ 10th year ആയിരിക്കും അവരുടെ മേജർ അപ്ഡേറ്റ് കൊണ്ടുവരാൻ പോകുന്ന. ഒരു എഞ്ചിൻ ചേഞ്ചോ കുറച്ച് വെയിറ്റ് റിഡക്ഷൻ, ഐ തിങ്ക് അത് കുറച്ചും കൂടി ആൾക്കാർ ഇതിലോട്ട് വരാൻ റീസൺ എന്ന് പറയുന്നത് കുറച്ച് ഹെവി മോട്ടോർ സൈക്കിൾ 193 kgs അതിൻ്റെ വെയിറ്റ് വരുന്ന, ഹോഴ്സ് പവർ ഉണ്ട്, 0 to 100 അണ്ടർ 7.8 seconds അടിക്കുന്ന പവർഫുൾ മോട്ടോർ സൈക്കിളാണ്. പക്ഷേ എന്നാലും കുറച്ചും കൂടി വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വെയിറ്റ് ഒരു 180 175 kgs ആക്കി കഴിഞ്ഞാൽ മച്ച് മോർ കേബിളാണ്. ഡ്യൂക്ക് 390 ഒരു 5 kgs മോറോ ആ സെറ്റപ്പിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ ആ പുതിയ 400cc എഞ്ചിൻ ഡ്യൂക്കിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ മച്ച് മോർ ഫണ്ണാണ്. ഒരു പ്രോപ്പർ സ്പോർട്ട് ടൂറ്, കുറച്ചും കൂടി സോഫ്റ്റ് സസ്പെൻഷൻ, കുറച്ചും കൂടി ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ എൻ്റെ ആഗ്രഹങ്ങളാണ്. അത് വിത്ത് ഒരു ക്വിക്ക് ഷിഫ്റ്റർ, ഒരു ക്രൂസ് കൺട്രോൾ, ഇതൊക്കെ ബജാജിന് കൊടുക്കാൻ പറ്റും. ഈ ടെക്കൊക്കെ ഓൾറെഡി ബജാജിൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അഫോർഡബിൾ പ്രൈസ്, ഒരു 2.3 lakhs 2.4 lakhs ഷോറൂമിന് ഒരു അങ്ങനത്തെ ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന് മേടിക്കാൻ ആക്കാനുണ്ടോ ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് തോന്നുന്ന കാര്യം ഡെഫിനറ്റ്ലി ഞാൻ എടുക്കും അങ്ങനത്തെ ഒരു മോട്ടോർ സൈക്കിൾ ഇറക്കി കഴിഞ്ഞാൽ ബജാജ്. എന്നാൽ അത്രയും പവർ ഉണ്ട്. ഫ്യൂൽ എക്കോണമിയുടെ കാര്യം പറയല്ലോ, ഇത് മര്യാദക്ക് ഓടിച്ചാൽ 30 kilometer 2 liter ഫ്യൂൽ എക്കോണമി കിട്ടും. പിന്നെ അക്രമം കാണിച്ച് ഓടിച്ചാൽ 20-25 കിട്ടുള്ളൂ കേട്ടോ. അതാണ് ഡോമിനാൻ്റെ നേച്ചർ. മര്യാദക്ക് ഓടിച്ചാൽ 30+ കിട്ടുന്ന ആൾക്കാർ വരെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കേട്ടോ. ആ ഡോമിന ഓണേഴ്സ് ക്ലബ്ബിൽ തന്നെ കുറേ പേര് പറയാറുള്ള കാര്യം അവർക്ക് 30 to 35 kilometer 2 liter ഫ്യൂൽ എക്കോണമി വരേണ്ടത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ ദ ഇയേഴ്സ് ബജാജ് ഡോമിനാൻ്റെ എല്ലാ ഇഷ്യൂസും, ചെറിയ എല്ലാ ഇഷ്യൂസ് ഓവർ ദ ഇയേഴ്സ് കംപ്ലീറ്റ്ലി അവർ സോൾവ് ചെയ്തെടുത്തുള്ള ഒരു ഫൈനൽ ഐട്രേഷനാണ്. അപ്പോൾ കുറേയൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 years ആയി ഡോമിന ഇറങ്ങിയിട്ട്. ഇസ് ഇറ്റ് എ ഗുഡ് ടൈം ടു ബൈ വൺ ഇൻ 2025? സ്റ്റിൽ ഗുഡ്. കാരണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നവും സോൾവ് ഔട്ട് ചെയ്ത്, വൈബ്രേഷനൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത്, അതിൻ്റെ റൈഡ് ബൈ വയറും റൈഡിംഗ് മോഡ്സ് എല്ലാം കൊടുത്തൊരു ഫൈനൽ ഐട്രേഷൻ, എല്ലാ പ്രോബ്ലം സോൾവ് ആക്കി ഇറക്കിയൊരു മോട്ടോർ സൈക്കിളാണ് ബജാജ് ഡോമിന 400 2025 കേട്ടോ. സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ ടു ഗെറ്റ് ഇൻ 2025. ശരിക്കും ഓടിച്ചാൽ ഇതിൻ്റെ കുറ്റങ്ങൾ പറയുന്നത് ആ ഈ അപ്ഡേറ്റിൽ കുറച്ചും കൂടി എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുക്കാമായിരുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതർ ദൻ ദാറ്റ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ ഫോർ ഇറ്റ്സ് പേർപ്പസ്. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ കാണുന്ന സ്ട്രീറ്റ് ഫൈറ്റർ അല്ല, ഇതൊരു സ്പോർട്ട് ടൂറാണ്. ഫോർ ദാറ്റ് പേർപ്പസ് ഇതൊരു അടിപൊളി മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ ആകെ എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ വെയിറ്റ് മാത്രമേ എനിക്ക് ഓടിച്ചിട്ട് ആ ഒരു കുറ്റം പറയാനുള്ളൂ. അതർ ദൻ ദാറ്റ് ഇതൊരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് മോട്ടോർ സൈക്കിൾ ഫോർ സ്പോർട്ട് ടൂറിങ്ങാണ്. ഫോർ ദാറ്റ് പ്രൈസ് ഓൾസോ, ആ പ്രൈസ് കൺസിഡർ ചെയ്ത് അതിന് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കിയാൽ ഇറ്റ്സ് എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? കമൻറ്റ് ഡൗൺ ബിലോ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.